ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് ബബിയെയും രോഹിതനെയും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്കൊന്നും വേണ്ട, നീ വേണമെങ്കിൽ പോയി കഴിച്ചോ എന്ന്. നല്ല ടേസ്റ്റുള്ള ഭക്ഷണ ചേച്ചി എന്ന് പറയും. അമൃതല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അമൃതിനേക്കാളൊക്കെ വലുതാണ് അതിന്റെ ടേസ്റ്റ്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കത് നേരത്തെ മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സമയമായിട്ടുണ്ടാവില്ല, അതറിഞ്ഞാലേ നിങ്ങൾ വിഷമിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ബബി പറയും, നീ ഒന്ന് പോടി, നീ പോയി വെട്ടി വിഴുങ്ങുക എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് ഒന്നും മിണ്ടാതെ തന്നെ അങ്ങ് പോവാണ് കേട്ടോ. കൃഷ്ണ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേ ദേഷ്യത്തോടെ നമ്മുടെ രോഹിത് പറയും, പെറ്റ അമ്മയോട് കൂറില്ലാത്ത മക്കളുണ്ടോ, ഇവളെങ്ങനെ ഇങ്ങനെ തല തിരിഞ്ഞു പോയേ എന്ന് ചോദിക്കുമ്പോൾ ബബി പറയും, അവൾക്ക് വല്ല കോമൺ സെൻസും ഉണ്ടായിട്ട് വേണ്ടേ എന്ന്. പിന്നീടാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രന് അലീന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണെ. എന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കുമ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയാ എന്ന് പറയുമ്പോഴേ ആ കറി എടുത്ത് മണത്ത് നോക്കുക കേട്ടോ. നല്ല മണം എന്ന് പറഞ്ഞ് കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുവാണ്. എന്നിട്ട് പറയും, അച്ഛാ, ഞാനേ എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കി, അതിനെന്താ എന്ന് ചോദിക്കും. ആരും കഴിക്കുന്നില്ല, എന്തിനാ ഇങ്ങനെ ആഹാരത്തോട് വെറുപ്പ് കാണിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയും, എല്ലാരും നിരാഹാരം പ്രഖ്യാപിച്ചോ, എല്ലാ കൃഷ്ണമോള് മാത്രം കഴിക്കും, വേണ്ടാത്തവർ കഴിക്കണ്ട, എന്തിനാ ആഹാരത്തോട് ഇങ്ങനെ ആദരവില്ലാതെ പെരുമാറുന്നേ, എനിക്കറിയാം ഭക്ഷണത്തിന്റെ വില എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയും, അതെന്താണെന്നോ, അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി തരാൻ ആളില്ലാത്തഞ്ഞിട്ടാണോ, അല്ലാതെ ഇരുന്ന് കഴിക്കാൻ വീടോ മേശയോ ഇല്ലാഞ്ഞിട്ടാണോ, ഒന്നുമല്ല, അഹങ്കാരം സമ്മതിക്കുന്നില്ല. എന്നിട്ട് വളരെ താഴ്മയായിട്ട് നമ്മുടെ അലീനെ ചോദിക്കും, അച്ഛാ ഒന്ന് പറയോ കഴിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് അവരോട് പോയി കെഞ്ചണോ, ഒന്ന് ഭക്ഷണം കഴിക്കാൻ വരൂ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീനൊന്നും മിണ്ടില്ലേ. വലിയ ബംഗ്ലാവും വലിയ തീന്മേശയും വില കൂടിയ ഭക്ഷണങ്ങളും എടുത്ത് വലിച്ചെറിഞ്ഞ പലരെയും ഞാൻ പിൻകാലത്ത് കണ്ടിട്ടുണ്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് കൊതിക്കുന്നത്. എന്നിട്ട് അലീനയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അലീന ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ബാലേന്ദ്രൻ പറയും, നീ വിഷമിക്കണ്ട, അവർക്ക് വേണ്ടെങ്കിൽ അവർ കഴിക്കണ്ട എന്ന് പറയുമ്പോഴാണ് നമ്മുടെ അലീനയുടെ കണ്ണിൽ അത് പെടുന്നത്. അച്ഛനെന്താ പേപ്പറിലെ പരസ്യങ്ങൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണേ എന്ന് ചോദിക്കുമ്പോൾ അത് ചില ബിസിനസ് പരസ്യങ്ങളാ, അതെനിക്ക് ആവശ്യം ഉണ്ടായിട്ടാ എന്ന് പറയട്ടോ. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ, നീയേ കഴിച്ചില്ലെങ്കിൽ പോയി കഴിക്കണം കേട്ടോ എന്നും പറഞ്ഞ് അവിടുന്ന് പോവാൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയെ അലീന വിളിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്പർ കാണുമ്പോൾ പുതിയ നമ്പറാണല്ലോ, ഇത് ആരുടെ ചേച്ചി ഫോൺ എന്ന് ചോദിക്കുമ്പോൾ ഇത് എനിക്ക് സാറ് പുതിയൊരു ഫോൺ വാങ്ങിച്ചെന്നു എന്ന് പറയുമ്പോൾ, ഹായ്, എനിക്ക് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയെ വിളിക്കാലോ, എന്തായാലും അത് നന്നായി, ചേച്ചി പറ അവിടുത്തെ വിശേഷം എന്താന്ന് ചോദിക്കാണ്. അപ്പൊ അലീന ആ രാജീവൻ ഇറക്കി വിട്ട കഥയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞു ചേച്ചി, ചേച്ചി എങ്ങോട്ടാ പോയതെന്നറിയാതെ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ. പിന്നീട് മഞ്ചേട്ടയും മുത്തശ്ശിയും മാറി മാറി ഞാൻ വിളിച്ചു. ഒടുവിൽ മഞ്ചേട്ടനാ പറഞ്ഞ് സാർ അലീനേച്ചിയെ ഒരു ഹോം സ്റ്റേയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന്. മുത്തശ്ശിയെ വിളിച്ചപ്പോൾ മുത്തശ്ശി കൊല്ലപ്പള്ളിയിലാണെന്ന് പറഞ്ഞു. അവിടെ എന്തൊക്കെയാ ചേച്ചി നടക്കുന്നേ? രാജീവൻ സാർ വന്ന് 24 മണിക്കൂറിനുള്ളിൽ എന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞു. ഞാൻ പോവാൻ ഒരുങ്ങിയതാ, പക്ഷെ എന്നെ സാറ് വിട്ടില്ല എന്നല്ല, എനിക്ക് സാറിൻ്റെ അനുവാദം കൂടാതെ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവാൻ പറ്റില്ല എന്നായി എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നേ, എനിക്ക് ചേച്ചി പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്തായാലും നേരിൽ കാണുമ്പോൾ പറയാം മോളെ, ഫോണിലൂടെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ട്. ചേച്ചി അടുത്ത ആഴ്ച എന്താ വരാൻ നിൽക്കുന്നേ, ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് പോന്നേക്ക്, ഞങ്ങൾ അങ്ങോട്ട് വരാം ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നൊക്കെ പറയുന്നുണ്ട്. നീ വരണ്ട മോളെ, നിന്റെ ക്ലാസ് മുടങ്ങില്ലേ, ചേച്ചി വരുമ്പോൾ വിളിച്ചോളാം, പിന്നെ നീ നന്നായി പഠിക്കണം, ഒരു വേലക്കാരിയായിട്ട് കൂട്ടിക്കൊണ്ടുപോയ അവർ നിനക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത്, അപ്പൊ അത് അറിഞ്ഞ് നമ്മൾ പെരുമാറണം, അവർക്ക് ഒരു പ്രശ്നവും നിന്നെ കൊണ്ട് ഉണ്ടാവാൻ പാടില്ല, നീ പഠിച്ച് മിടുക്കിയായി ജോലിയൊക്കെ കിട്ടുമ്പോഴേ എന്നെ അങ്ങ് മറന്നു പോവാഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടിക്കാകെ സങ്കടം വരുന്നുണ്ട്. ഒന്ന് പോ ചേച്ചി അവിടുന്ന്, എനിക്ക് ചേച്ചിയെ ഓർക്കാത്തയും ബ്രിജിത്താമ്മയെ ഓർക്കാത്തയും ഒരു ദിവസം പോലും ഇല്ല, ചേച്ചിയും കൂടെ ഇവിടെ വന്നിട്ട് വേണം ചേച്ചിയെയും പഠിപ്പിക്കാൻ, GIM മാത്രല്ലേ ചേച്ചിക്കുള്ളൂ, അതുപോരാ അതിലും കൂടുതൽ പഠിപ്പിക്കും, ഞാൻ IAS എടുപ്പിക്കും, മാമച്ചൻ അങ്കിളിനോട് പറഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല, ചേച്ചി അങ്ങനെ കളക്ടറായിട്ട് പാലായിൽ ചെല്ലണം, വൈജ മാഡത്തിന്റെ മുന്നിലോട്ട്, അവിടുത്തെ മാഡത്തിന്റെ മുന്നിൽ ചെന്ന് നിന്ന് 4 ഡയലോഗ് പറയണം ചേച്ചി. ഹലോ മാഡം, നിങ്ങളൊരിക്കൽ തെരുവിൽ ഉപേക്ഷിച്ച പിഞ്ചു കുഞ്ഞില്ലേ, അവളാണ് ഈ നിൽക്കുന്ന അലീന IAS. മാഡം എന്ത് വിചാരിച്ചു എന്ന് പറയുമ്പോഴേക്കും
നിർത്തിക്കേ ഞാനേ നിന്റെ അടുത്ത് തമാശ പറഞ്ഞ് ചിരിക്കാനല്ല കേട്ടോ വിളിച്ചത്. അപ്പൊ നമ്മുടെ രേവതികുട്ടി പറയുന്നുണ്ട് കേട്ടോ, തമാശയല്ല ചേച്ചി അവിടെ നിന്ന ചേച്ചിയുടെ ഭാവി പോവും എന്ന് പറയുമ്പോ അലീന പറയും, എന്റെ ഭാവി പോകുന്നതിലല്ല മോളെ, ഞാൻ മൂലം ഈ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊന്ന് അവസാനിക്കണം, സാറും മേഡവും തമ്മിലുള്ള വാശിയൊന്ന് നിർത്തണം. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ദിവസം മാറി നിന്നാൽ മേഡം കുറച്ച് അഴയുമായിരിക്കും, കുറച്ച് ദിവസത്തേക്ക് ഒരു ശാന്തി ലഭിക്കും. ഞാൻ സാറിന്റെ അടുത്ത് എങ്ങനെയെങ്കിലും പറഞ്ഞ് അടുത്ത ആഴ്ച തന്നെ നിന്റെ അടുത്തേക്ക് വരും എന്ന് പറയുമ്പോൾ ചേച്ചി എന്നാ വരുന്നത്, കറക്റ്റ് സമയം പറഞ്ഞെന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ സന്ദർഭവും ഒക്കെ നോക്കിയിട്ട് വരാമെന്ന് പറയാൻ കേട്ടോ അലീന. എന്നിട്ട് ഫോൺ വെച്ചോളാൻ വേണ്ടി പറയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയും, ചേച്ചി ഈ ലോകത്തെ എനിക്ക് ചേച്ചി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ചേച്ചി നന്നായിട്ട് സൂക്ഷിക്കണം, എന്തെങ്കിലും റോങ് ആയിട്ട് നടന്നാൽ എന്നെ അപ്പം വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശിവൻ രാജീവനെ വിളിച്ച് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ കാട്ടിക്കൂട്ടിയതൊക്കെ നീ അറിഞ്ഞിരിക്കുമല്ലോ, അപ്പോൾ അടിയന്തരമായിട്ട് നമുക്ക് അവിടെ വരെ ഒന്ന് ചെല്ലണം, ലീവ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് ഗംഗേട്ടനെ കൂടി വിളിക്കണ്ടേന്ന്. അപ്പോൾ ശിവൻ പറയും, അയാളെ വിളിച്ച് പറയണ്ട എന്ന വൈജ പറഞ്ഞത്, നമുക്ക് എന്തായാലും അവരോട് പറയാനുള്ള ബാധ്യത ഉണ്ടല്ലോ എന്ന് രാജീവൻ പറയുമ്പോൾ അതിന് വിളിച്ചിട്ട് കിട്ടണ്ടേ, ഗംഗേട്ട സ്ഥലത്തില്ല, യൂറോപ്യൻ പര്യടനത്തില, ഗംഗേട്ടൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എന്നും മകളാണ് ഫോൺ എടുത്തത്, അപ്പോൾ ടൂറ് പോയതാന്നാ പറഞ്ഞത്, എന്തായാലും ഗംഗേട്ടനെ കൂട്ടണ്ട, നമുക്ക് രണ്ടുപേർക്കും പോവാ എന്ന് പറയാണ് കേട്ടോ. പിന്നീട് ബാലേന്ദ്രന് അലീന ഫുഡുമായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം അലീന അവിടെ തന്നെ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ എന്താണ് എന്ന് ചോദിക്കാട്ടോ. ഞാൻ എറണാകുളത്തേക്ക് പോയിക്കോട്ടെ, പൊക്കോളം പറഞ്ഞല്ലോ എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ നാളെ കഴിഞ്ഞ് പോയിക്കോട്ടെ, പൊക്കോ എന്ന് പറയുമ്പോൾ ഞാൻ രേവതിക്കുട്ടിയെ വിളിച്ച് പറയൂ കേട്ടോ എന്ന് പറയണു അലീന. ആയിക്കോട്ടെ നീ പറഞ്ഞു ഡൺ എന്ന് സന്തോഷത്തോടെ പറഞ്ഞ് നമ്മുടെ അലീന വീണ്ടും താഴോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് കൊല്ലപ്പള്ളിയിലോട്ട് ശിവനും രാജീവനും വന്നിറങ്ങുന്നതാണ്. കമലായിരിക്കും കേട്ടോ വാതിൽ തുറന്നു കൊടുക്കുന്നത്. അങ്ങനെ വീട്ടിലെത്തുന്ന അവർ പറയുന്നുണ്ട് വൈജയെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ തന്നെ വേണോ എന്ന് രാജീവൻ ചോദിക്കുമ്പോൾ പിന്നെ വേണ്ടാതെ, നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ ആലോചിക്കണ്ടേ, അവളെയും കൂടെ വിളിക്കുക എന്ന് പറയാണ്. അങ്ങനെ ചെയ്യാൻ കേട്ടോ രാജീവൻ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയുടെ റൂമിലോട്ട് ഇവര് രണ്ടുപേരും കൂടെ പോകുന്നതാണ്. മുത്തശ്ശി വരെ കാണുമ്പോൾ തന്നെ മുഖം തിരിക്കുന്നുണ്ട്.